ഹലോ മക്കളെ, ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഫെഡറിക് മിഷൻ. അദ്ദേഹം എന്ത് ചെയ്ത് നമ്മുടെ മൂങ്ങയിലെ ഔളിന്റെ സെല്ലിന്റെ ഉള്ളിലാണുള്ള ന്യൂക്ലിയസ് കാണാം. ന്യൂക്ലിയസിനെ എക്സ്ട്രാക്ട് ചെയ്ത് സ്റ്റഡി ചെയ്ത് പഠിച്ച്. അപ്പൊ അദ്ദേഹം എന്ത് കണ്ട്? അതിന്റെ ഉള്ളിൽ ഒരു സബ്സ്റ്റൻസിനെ കണ്ട്. ആ സബ്സ്റ്റൻസിനെ അദ്ദേഹം എന്ത് പേരിട്ട് വിളിച്ചു? ന്യൂക്ലിൻ എന്ന് പേരിട്ട് വിളിച്ചു. പിന്നെ കുറച്ചു കാലത്തിന് ശേഷം വേറൊരു സയന്റിസ്റ്റ് വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ആൾട്ട്മാൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഫെഡറിക് മിഷർ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കണ്ടെത്തിയിട്ടുള്ള ന്യൂക്ലിൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസിന്റെ നാച്ചർ പഠിച്ചു. അത് അസിഡിക് ആണോ, ബേസിക് ആണോ, അല്ലെങ്കിൽ അത് ന്യൂട്രൽ ആണോ എന്ന് പഠിച്ചു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഫെഡറിക് മിഷർ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കണ്ടെത്തിയ ന്യൂക്ലിന് എന്ത് നേച്ചറാണ്? അസിഡിക് നേച്ചർ ആണെന്ന് മനസ്സിലായി. അപ്പൊ ന്യൂക്ലിൻ എവിടെയാണ് കാണുന്നത്? നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ. അവരുടെ നാച്ചുറൽ എന്താണ്? അസിഡിക് നേച്ചർ. അതുകൊണ്ടാണ് അവർക്ക് എന്ത് പേര് വന്നത്? ന്യൂക്ലിക് ആസിഡ് എന്ന പേര് വന്നത്. അപ്പൊ എന്താണ് ഈ ന്യൂക്ലിക് ആസിഡ്? നമ്മുടെ സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണുന്ന അസിഡിക് നേച്ചർ ഉള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ന്യൂക്ലിക് ആസിഡ് എന്ന് പേരിട്ട് വിളിക്കുക. നമുക്കറിയാം എത്ര ടൈപ്പ് ഉണ്ട് ന്യൂക്ലിക് ആസിഡ്? 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് അത്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. എന്താണ് ഒന്നാമത്തത്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. നമ്മൾ എങ്ങനെയാ അത് ചുരുക്കം? DNA. രണ്ടാമത്തതാണ് ഏത്? റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA. അപ്പൊ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിന്റെ സ്ട്രക്ചർ ആണ്. അപ്പൊ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന പേര് വരാൻ കാരണം ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള അസിഡിക് നേച്ചറുള്ള സബ്സ്റ്റൻസ് ആയതുകൊണ്ട്. ഡിയോക്സി റൈബോ എന്ന പേര് വരാൻ കാരണം അതിന്റെ അകത്തുള്ള ഷുഗർ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഷുഗർ കൊണ്ടാണ്. അത് നമുക്ക് പഠിച്ചു വരുന്ന സമയത്ത്, മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് അതിനെപ്പറ്റി പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, DNA സ്ട്രക്ചറിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങാം. DNA ഒരു പോളിമർ ആണ്. എല്ലാം ടീച്ചർ പറയുന്ന ഓരോ പോയിന്റും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് എടുക്കുക, പെൻ എടുക്കുക, പോയിന്റ് എഴുതിയെടുക്കുക. ഓക്കെ, DNA ഒരു പോളിമർ ആണ്. പോളിമർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഈ പോളിമർ എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം. ചെറിയ ചെറിയ യൂണിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയ മോളിക്യൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിമർ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ യൂണിറ്റുകൾ കൂടിച്ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു മോളിക്യൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ യൂണിറ്റ്, ഓരോ യൂണിറ്റിനും നമ്മൾ എന്ത് പറയും? മോണോമർ എന്ന് പറയും. മോണോമർ എന്ന് പറയും. അപ്പൊ കുറേ മോണോമർ ജോയിൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വലിയ മോളിക്യൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിമർ എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചർ ഇപ്പം പറഞ്ഞിട്ടുണ്ട് DNA ഒരു പോളിമർ ആണ്. DNA ഒരു പോളിമർ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് പോളിമർ ഉണ്ടാക്കിയിട്ടുള്ളത്? മോണോമറിനെ കൊണ്ട്. മോണോമറിനെ കൊണ്ട്. അപ്പൊ DNA ഒരു പോളിമർ ആണെന്ന് പറഞ്ഞു. അപ്പൊ DNA ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് മോണോമറിനെ കൊണ്ടാണ്? ന്യൂക്ലിയോടൈഡിനെ കൊണ്ടാണ്. എന്തിനെ കൊണ്ടാണ്? ന്യൂക്ലിയോടൈഡിനെ കൊണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, കുറേ ന്യൂക്ലിയോടൈഡ് ജോയിൻ ചെയ്തിട്ടാണ് DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞ വലിയൊരു മോളിക്യൂളിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ അല്ലെ? ഇനി നമുക്ക് എന്ത് പഠിക്കണം? ഒരു ന്യൂക്ലിയോടൈഡിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് നോക്കാം. എന്തൊക്കെ കൊണ്ടാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം. പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുണ്ട് ന്യൂക്ലിയോടൈഡിന്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞ ഒന്നും കൂടെ നമുക്ക് റീക്യാപ്പ്. അപ്പൊ നമ്മുടെ ഫെഡറിക് മിഷർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ള ഒരു സബ്സ്റ്റൻസിനെ കണ്ട് അദ്ദേഹം ആ സബ്സ്റ്റൻസിനെ ന്യൂക്ലിൻ എന്ന് പേരിട്ട് വിളിച്ചു. അതിനുശേഷം ആൾട്ട്മാൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഈ ന്യൂക്ലിന്റെ നാച്ചുർ പഠിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി അതിന് എന്ത് നാച്ചുറാണ്? അസിഡിക് നാച്ചുറാണ്. അപ്പൊ അതിനെ എന്ത് പേരിട്ട് വിളിച്ചു? അപ്പൊ ന്യൂക്ലിൻ എന്ന് പറഞ്ഞ സാധനം ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണുന്നത് അവർക്ക് അസിഡിക് നാച്ചുർ ആയതുകൊണ്ട് അവരെ എന്ത് പേരിട്ട് വിളിച്ചു? ന്യൂക്ലിക് ആസിഡ് എന്ന് പേരിട്ട് വിളിച്ചു. രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും, രണ്ടാമത്തത് റൈബോ ന്യൂക്ലിക് ആസിഡും. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിന്റെ സ്ട്രക്ചർ ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പൊ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഒരു പോളിമർ ആണ്. എന്തിന്റെ പോളിമർ ആണ്? ന്യൂക്ലിയോടൈഡ്സിന്റെ പോളിമർ. കുറെ ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ പഠിക്കുന്നത്? ഒരു ന്യൂക്ലിയോടൈഡിനകത്ത് എന്തൊക്കെ കൊണ്ടാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് നോക്കുന്നത്. ഒരു ന്യൂക്ലിയോടൈഡിന് 3 ഭാഗങ്ങളുണ്ട്. എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമതാണ് ഷുഗർ. രണ്ടാമതാണ് നൈട്രോജിനസ് ബേസ്. നൈട്രോജിനസ് ബേസ്. മൂന്നാമത്തതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഷുഗർ. ഇവിടെ ഉള്ളത് ഷുഗറിന്റെ പേരാണ്. നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുക? എന്ത് ഷുഗർ ആണ്? പെൻഡോസ് ഷുഗർ. എന്തുകൊണ്ടാണ് ഈ പെൻഡോസ് ഷുഗർ എന്ന് പറയുന്നത്? കാരണം 5 കാർബൺ കൊണ്ടാണ് ഈ ഷുഗർ ഉണ്ടാക്കിയിട്ടുള്ളത്. എത്ര കാർബൺ കൊണ്ട്? 5. അതുകൊണ്ട് അതിനെ എന്ത് പേരിട്ട് വിളിക്കും? പെൻഡോസ് ഷുഗർ എന്ന് പേരിട്ട് വിളിക്കും. ഓക്കെ, ഈ
ഷുഗറിന്റെ പ്രത്യേകത കൊണ്ടാണ് നമ്മുടെ ന്യൂക്ലിക് ആസിഡ് രണ്ട് ടൈപ്പ് ആയിട്ടുള്ളത്, DNA-യും RNA-യും. നമുക്ക് നോക്കാം എന്താണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിന്റെ പ്രത്യേകതയും എന്താണ് റൈബോ ന്യൂക്ലിക് ആസിഡിന്റെ പ്രത്യേകത, RNA-യുടെ പ്രത്യേകതയും നോക്കാം. നമുക്ക് എന്താണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് നമ്മൾ പറഞ്ഞ ഷുഗർ 5 കാർബൺ ആണ്, ഷുഗറിൽ 5 കാർബൺ ഷുഗർ ആണ്. ഇതിന്റെ അകത്തുള്ള സെക്കൻഡ് കാർബണിൽ എത്രാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബണിന്റെ അകത്ത് ഓക്സിജൻ ആബ്സെന്റ് ആയിരിക്കും. ഏതില്? DNA-യിൽ. അതുകൊണ്ട് ഡിഓക്സി, ഓക്സിജൻ ഇല്ലാത്ത റൈബോസ് ഷുഗർ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണുന്ന രണ്ടാമത്തെ പൊസിഷന്റെ അകത്ത് ഓക്സിജൻ ഇല്ലാത്ത റൈബോ ഷുഗർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മോളിക്യൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? DNA എന്ന് പറയുന്നത്. അപ്പൊ റൈബോ ഷുഗർ RNA-ന്റെ പ്രത്യേകത, റൈബോ ന്യൂക്ലിക് ആസിഡിന്റെ പ്രത്യേകത എന്താ? അവരുടെ രണ്ടാമത്തെ കാർബണിന്റെ അകത്ത് പ്രസന്റ് ആയിരിക്കും, ഓക്സിജൻ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പേര് വന്നത് മനസ്സിലായപ്പോ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിന് പേര് വരാൻ കാരണം ഷുഗർ ആണ്, ഷുഗർ പെൻഡോ ഷുഗർ ആണ്, 5 കാർബൺ ഷുഗർ ആണ്. അതിന്റെ സെക്കൻഡ് പൊസിഷനിലകത്ത് ഓക്സിജൻ ആബ്സെന്റ് ആയതുകൊണ്ടാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന പേര് വരാൻ കാരണം. ഇത് മനസ്സിലായോ? ഇനി നമുക്ക് എത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മുടെ രണ്ടാമത്തെ ആളാണ് നൈട്രോജിനസ് ബേസ്. എന്തുകൊണ്ടാണ് ഈ നൈട്രോജിനസ് ബേസ് എന്ന പേര് വരാൻ കാരണം? ഇതൊരു റിംഗ് സ്ട്രക്ചർ ആണ്. ഇതിന്റെ ഉള്ളിൽ ആരുണ്ട്? നൈട്രോജൻ പ്രസന്റ് ആണ്. ആര് പ്രസന്റ് ആണ്? നൈട്രോജൻ പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് പേരിട്ട് വിളിക്കുന്നത്? നൈട്രോജിനസ് ബേസ് എന്ന പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പ് ആണുള്ളത്. എത്ര ടൈപ്പ് ആണ്? രണ്ട് ടൈപ്പ് ആണ്. ഏതൊക്കെയാണത്? ഒന്നാമത്തേതാണ് പ്യൂരിൻസ്. ആരാണ്? പ്യൂരിൻസ്. രണ്ടാമത്തേതാണ് ആര്? പിരമിഡിൻസ്. പ്യൂരിൻസും പിരമിഡിൻസും. അപ്പൊ പ്യൂരിൻസും പിരമിഡിൻസും എന്താണ്? നൈട്രോജിനസ് ബേസ് ആണ്. ഇനി നമുക്ക് പ്യൂരിൻസിന്റെ അകത്ത് രണ്ടാൾക്കാരുണ്ട്. പ്യൂരിൻസിന്റെ അകത്ത് രണ്ടാൾക്കാരുണ്ട്. ആരൊക്കെയാണത്? അഡിനിനും ഗ്വാനിനും. ആര്? അഡിനിനും ഗ്വാനിനും. പിരമിഡിൻസിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട്? സൈറ്റോസിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, യൂറാസിൽ ഉണ്ട്. ഇതൊക്കെയുണ്ട്? സൈറ്റോസിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, യൂറാസിൽ ഉണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് തൈമിൻ എന്ന് പറഞ്ഞ പിരമിഡിൻസ് ഉണ്ടല്ലോ, പിരമിഡിൻ തൈമിൻ എന്ന് പറഞ്ഞ പിരമിഡിൻ DNA-യിൽ മാത്രം കാണുന്ന ഏതാണ്? DNA-യിൽ മാത്രമാണ് ഏത് കാണുന്നത്? തൈമിൻ കാണുന്നത്. യൂറാസിലോ RNA-യിലും മാത്രമാണ് കാണുന്നത്. ഇത് മനസ്സിലായോ? ഇനി അടുത്തതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പം ഒരു ന്യൂക്ലിയോടൈഡിൽ 3 കമ്പോണൻസ് ആണ് ഉള്ളത്. നമുക്ക് ഷുഗറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ. അടുത്തതാണ് നൈട്രോജിനസ് ബേസ്. നൈട്രോജിനസ് ബേസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്യൂരിൻസും രണ്ടാമത്തത് പിരമിഡിൻസും. പ്യൂരിൻസിന്റെ പ്രത്യേകത ഡബിൾ റിംഗ് ആണ്. 2 റിംഗ് കൊണ്ടാണ് പ്യൂരിൻസ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് പിന്നെ എന്താണ്? പ്യൂരിൻസിനകത്ത് 2 ഉണ്ട്, അഡിനിനും ഉണ്ട്, ഗ്വാനിനും ഉണ്ട്. പിരമിഡിൻസിനകത്ത് തൈമിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്, യൂറാസിൽ ഉണ്ട്. നമ്മൾ DNA കേസിൽ പറയുന്ന സമയത്ത് DNA-ന്റെ അകത്തുള്ള നൈട്രോജിനസ് ബേസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എക്സാമിന് DNA-നകത്തുള്ള നൈട്രോജിനസ് ബേസ് ഏതൊക്കെ? അപ്പൊ എന്ത് എഴുതണം? അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഓക്കെ അല്ലെ? ഇനി RNA-യിൽ കാണുന്ന നൈട്രോജിനസ് ബേസസ് ഏതൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിൻ, യൂറാസിൽ, സൈറ്റോസിൻ. ഓക്കെ, അപ്പൊ തൈമിൻ ഓൾവേസ് പ്രസന്റ് ഇൻ DNA, യൂറാസിൽ ഈസ് ഓൾവേസ് പ്രസന്റ് ഇൻ RNA. അത് മനസ്സിലായോ? പിന്നെ എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് നമ്മൾ പറഞ്ഞ DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അവർക്ക് എന്താണ്? അസിഡിക് നേച്ചർ ആണ്. അപ്പൊ ഈ കമ്പോണന്റിന്റെ അകത്ത് ആരാണ് DNA-ക്ക് അസിഡിക് നേച്ചർ കൊടുക്കുന്നത്? അത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് DNA-ക്ക് എന്ത് നേച്ചർ? അസിഡിക് നേച്ചർ ഉള്ളത്. ഇത്രയും മനസ്സിലായോ? ഇനി നമുക്ക് ബോൺസിനെ പറ്റി പഠിക്കാം. നമുക്ക് ശ്രദ്ധിക്കുക, നമ്മുടെ ഷുഗർ ഉണ്ടല്ലോ, ഷുഗറും ബേസും നൈട്രോജിനസ് ബേസും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും, ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ്. ഇനി ഷുഗറും നൈട്രോജിനസ് ബേസും തമ്മിൽ ഉള്ള ബോണ്ടിനെ നമ്മൾ എന്ത് പറയും? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയും. എന്ത് പറയും? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. നമ്മുടെ ഷുഗർ ഉണ്ടല്ലോ, ഷുഗറിനകത്തുള്ള ആദ്യത്തെ കാർബണും നമ്മുടെ നൈട്രോജിനസ് ബേസ് ഉണ്ടല്ലോ, നൈട്രോജിനസ് ബേസ് എന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറയില്ല, ബേസ് എന്ന് പറയുള്ളൂ. ബേസിന്റെ അകത്തുള്ള നൈട്രജനും തമ്മിലുള്ള ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. എന്താ പറയാ? എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഇനി ഒരു ബോണ്ടും കൂടെ ഉണ്ട്, നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ടുള്ള ബോണ്ട്. അപ്പൊ നമ്മുടെ ഷുഗർ ഉണ്ടല്ലോ, ഷുഗറിന്റെ അകത്തുള്ള 5ാമത്തെ കാർബണും അതേപോലെ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ ബോണ്ടിന്റെ പേരാണ് എസ്റ്റർ ബോണ്ട്. ഏതാണ്? എസ്റ്റർ ബോണ്ട്. അപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മുടെ ന്യൂക്ലിയോടൈഡ് നടുവിൽ ആരുണ്ട്? ഷുഗർ ഉണ്ട്. ഒരു സൈഡിൽ ബേസ് ഉണ്ട്, ഒരു സൈഡിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഷുഗറും ബേസും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് വെച്ചിട്ടാണ് ഷുഗർ ബേസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ആ ബോണ്ടിന്റെ പേര് എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഇനി ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗറും തമ്മിൽ അറ്റാച്ച് ചെയ്ത ബോണ്ടിനാണ് ഏത് പറയുന്നത്? എസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ?
അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് DNA ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പം രണ്ട് ന്യൂക്ലിയോടൈഡ് തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നേരത്തെ പറഞ്ഞ ബോണ്ട് ഒരു ന്യൂക്ലിയോടൈഡിന്റെ ബോണ്ടാണ്. ന്യൂക്ലിയോടൈഡിന്റെ അകത്ത് ബേസുമായിട്ട് അറ്റാച്ച് ചെയ്ത ബോണ്ടും പറഞ്ഞ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്ത ബേസ് ബോണ്ടും പറഞ്ഞു. ഇനി ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡുമായിട്ട് എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്? ആ ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡ് തമ്മിൽ ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡ് ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട്, അടുത്ത ന്യൂക്ലിയോടൈഡ് ആയിട്ട് ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട്, അങ്ങനെ കുറേ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് കൊണ്ട് കുറേ ന്യൂക്ലിയോടൈഡ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മുടെ എന്തുണ്ടായിട്ടുള്ളത്? DNA ഉണ്ടാക്കിയിട്ടുള്ളത്.